വെൽക്കം ബാക്ക് ടു അവർ എപ്പിസോഡ് ഓഫ് ലൈഫ് ഓൺ ക്യാമറ ബൈ അനു. ഇന്ന് എഗെയിൻ ബാക്ക് ടു ഫോം ആണ്. ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. ജർമ്മനിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഓപ്പർച്യൂണിറ്റി കാർഡ് വിസ വഴി ഒരുപാട് പേര് കുറേ ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ആ ചാലഞ്ചസ് എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. പെർ ഇയർ ഓപ്പർച്യൂണിറ്റി കാർഡ് വിസ 2500 പേർക്ക് അലോക്കേറ്റ് ആവുന്നുണ്ട്. അതിൽ 775 മേലിൽ എന്ന് വെച്ചാൽ 31% ഇന്ത്യക്കാർക്കാണ് അലോക്കേറ്റ് ആവുന്നത്. ഇപ്പൊ കറന്റ് ജർമ്മനിയിൽ ഫിനാൻഷ്യൽ ക്രൈസിസ് കാരണം മിക്കവാറുള്ള കമ്പനീസൊക്കെ വളരെ കുറച്ച് ആൾക്കാരെ മാത്രമേ എടുക്കുന്നുള്ളൂ. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കാരണം അവർ കണ്ണിങ് ആയിട്ട് കമ്പനിക്ക് അകത്തുള്ള ആൾക്കാർക്ക് പ്രൊമോഷൻ കൊടുക്കുകയും എക്സ്റ്റേണൽ ഹയറിംഗ് കുറയ്ക്കാനാണ് അവർ നോക്കുന്നത്. എന്ന് വെച്ചാൽ ഒരുപാട് പേര് ഓപ്പർച്യൂണിറ്റി കാർഡ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് കോമ്പറ്റീഷൻ കൂടുകയും ജോലിക്കുള്ള ഡിമാൻഡ് ഇവിടെ കുറയുകയാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, കറന്റ്ലി നമ്മളിവിടെ ഒരു പർട്ടിക്കുലർ ജോബിന്റെ അഡ്വർടൈസ്മെന്റിന് അപ്ലൈ ചെയ്യുമ്പോൾ 100-ൽ കൂടുതൽ അപ്ലിക്കൻസ് ഉണ്ടാവാറുണ്ട്. ഇനി ഓപ്പർച്യൂണിറ്റി കാർഡ് വിസയിൽ ഇവിടെ വരുന്നവർ ഫേസ് ചെയ്യുന്ന ഒരു 7 ചാലഞ്ചസിനെ കുറിച്ചും അതെങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം എന്നതിന്റെ സൊല്യൂഷനെ കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ചാലഞ്ച് നമ്പർ 1, ഡിഫിക്കൽറ്റി വിത്ത് ജർമ്മൻ ലാംഗ്വേജ്. ജർമ്മനിയിലെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു 10 ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരെയാണെങ്കിൽ അതിൽ വെറും 3 മാത്രമായിരിക്കും ഇംഗ്ലീഷ് സ്പീക്കിംഗ് ജോബിന് വേണ്ടിയിട്ടുള്ളത്. ജർമ്മനിയിൽ ഒരുപാട് ഇന്റർനാഷണൽ പ്രൊഫഷണൽസ് ജോലി അന്വേഷിച്ച് വരുന്നുണ്ട്. അപ്പൊ അവര് ജർമ്മൻ ലാംഗ്വേജ് നല്ല പ്രൊഫഷൻസി ആയിട്ടായിരിക്കും വരുന്നത്. നമ്മൾ അവരുമായിട്ടാണ് ജർമ്മൻ ലാംഗ്വേജിൽ കോമ്പറ്റ് ചെയ്യേണ്ടത്. മിക്ക കമ്പനീസും ജർമ്മൻ ലാംഗ്വേജിന്റെ സർട്ടിഫിക്കറ്റ്സ് നോക്കത്തില്ല. നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നമ്മളെ ജർമ്മൻ ലാംഗ്വേജിന്റെ പ്രൊഫഷൻസി എങ്ങനെ ഉണ്ടെന്നുള്ളത് ചെക്ക് ചെയ്യും. ചാലഞ്ച് നമ്പർ 2, മേക്ക് സ്ട്രാറ്റജീസ് ആൻഡ് ബി പേഷ്യന്റ്. ഇപ്പോഴത്തെ ഒരു കറണ്ട് സാഹചര്യത്തിൽ നമുക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല രീതിക്ക് വേണ്ടത് ക്ഷമയാണ്. നമുക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് 6 മുതൽ 10 മാസം വരെ എടുക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യം എന്ന് പറയുന്നത് നിങ്ങളൊരു ക്ലിയർ സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം. സ്ട്രാറ്റജിയോടൊപ്പം തന്നെ ഒരു സ്ട്രോങ് റെസ്യൂമും ക്ലിയർ അപ്രോച്ചും ഉണ്ടായിരിക്കണം. ചാലഞ്ച് നമ്പർ 3, ഹോം സിക്നസ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ജോബിന് എന്തിനെങ്കിലും നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് കുറെ റിജക്ഷൻസ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് തന്നെ തോന്നും, എന്തിനു നമ്മളിവിടെ വന്നു, എന്തിനു നമ്മൾ ഇതൊക്കെ ചെയ്യുന്നു എന്നൊക്കെ ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് തോന്നും. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് കൂടെ നമ്മൾ എല്ലാവരും കടന്നു പോയിട്ടുണ്ടാവും. ഈ നെഗറ്റീവ് തോട്ട്സും ജോബ് റിജക്ഷൻസും കുറെ ആയിട്ട് എല്ലാവരും കടന്നു പോയിട്ടുണ്ടാവും. അത് കോമൺ ആണ്. പക്ഷെ എന്ന് വെച്ച് ആരും അതിൽ സ്റ്റിക്ക് ഡൗൺ ആയി നിന്നിട്ടില്ല. അതിൽ നിന്ന് അവർക്ക് ഓവർകം ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ ചെയ്യേണ്ട ഒരേ കാര്യം എന്ന് പറയുന്നത് നമ്മൾ സ്വയം സെൽഫ് മോട്ടിവേറ്റ് ആയിട്ട് ഓരോ ഒബ്ജക്ഷൻസ് വരുമ്പോൾ അത് ലൈക്ക് ഇസ് എ ഫെയിൽവർ ഇസ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ് എന്നാണല്ലോ. അപ്പം സ്വാഭാവികമായിട്ടും നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എന്തോ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. എപ്പോഴായാലും ഒരു ദിവസം നമ്മൾ സക്സസ്സിലെത്തും, അത് ഉറപ്പാണ്. അപ്പം അങ്ങനെ നമ്മൾ വിചാരിച്ച് നമ്മൾ മെന്റലിയും ഫിസിക്കലിയും നല്ല ഹെൽത്തി ആയിട്ട് വെച്ച് നല്ല ഫുഡൊക്കെ കഴിച്ച് നമുക്കൊരു ഗോൾ ഉണ്ട്, അതിലിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. റിജക്ഷൻസ് വരുന്നു, നമ്മളിവിടെ വന്ന് എന്തിനാണെന്നൊക്കെ നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നതിന് പകരം നിങ്ങൾ ഇതുവരെ എടുത്ത എഫേർട്ടും നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ എത്തി, ഓപ്പർച്യൂണിറ്റി കാർഡ് വിസയ്ക്ക് വേണ്ടി നിങ്ങൾ എത്ര സ്പെൻഡ് ചെയ്തു എന്നതിനെ കുറിച്ചൊക്കെ നിങ്ങൾ ആലോചിക്കുമ്പോൾ നിങ്ങൾ സെൽഫ് മോട്ടിവേറ്റ് ആവും. കുറച്ചുകൂടെ നമുക്ക് മുന്നോട്ട് പോകാനേ തോന്നത്തുള്ളൂ, അത് അവിടെ ഡ്രോപ്പ് ചെയ്യാൻ തോന്നത്തില്ല. അപ്പൊ അങ്ങനെ വേണം നമ്മൾ സെൽഫ് മോട്ടിവേറ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. നമുക്കിപ്പോൾ ഒരുപാട് റിജക്ഷൻസ് വരണമെങ്കിൽ ആ റിജക്ഷൻസ് എന്തുകൊണ്ടാണ് വരുന്നതെന്നുള്ളത് നമ്മൾ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുകയും നമ്മൾ അത് സോൾവ് ചെയ്യാൻ നോക്കുകയും ചെയ്യുമ്പോൾ ജോബ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ചാലഞ്ച് നമ്പർ 4, ഹൈ കോസ്റ്റ് ഓഫ് ലിവിംഗ്. ഓപ്പർച്യൂണിറ്റി കാർഡ് വിസയിൽ വരുന്ന പല ആൾക്കാരും മെയിൻ ആയിട്ടുള്ള എക്സ്പെൻസീവ് സിറ്റീസ് ആണ് ചൂസ് ചെയ്യണം. എന്ന് വെച്ചാൽ മ്യൂണിക്, ഫ്രാങ്ക്ഫർട്ട്, ബെർലിൻ പോലത്തുള്ള എക്സ്പെൻസീവ് സിറ്റീസ് ആയിരിക്കും ചൂസ് ചെയ്യണം. ഇങ്ങനെയുള്ള മെയിൻ സിറ്റീസ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അതേപോലെ തന്നെ അവിടെ സ്റ്റേ ചെയ്യുന്ന എക്സ്പെൻസും കൂടുതലായിരിക്കും. എന്ന് വെച്ചാൽ റെന്റൽ കോസ്റ്റ് ഒക്കെ വളരെ കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് പേ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ സിറ്റീസ് നമ്മൾ ചൂസ് ചെയ്ത് അവിടെ നിന്ന് നമ്മൾ ജോലി അന്വേഷിക്കാൻ നോക്കുക. ചാലഞ്ച് നമ്പർ 5, ഡിഫിക്കൽട്ടീസ് വിത്ത് ബ്യൂറോക്രാറ്റിക് വർക്ക്. നമ്മൾ ജർമ്മനിയിലേക്ക് വരുമ്പോൾ നമ്മൾ സെൽഫായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. ഫോർ എക്സാമ്പിൾ, ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം, സിം എടുക്കണം, സിറ്റി രജിസ്ട്രേഷൻ ചെയ്യണം, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. ഇതോടൊപ്പം തന്നെ നമുക്ക് പുറത്തു പോയി ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഫുഡ് വാങ്ങാനോ ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യം പോകേണ്ടി വന്നാലോ എല്ലാത്തിനും ജർമ്മൻ ലാംഗ്വേജിലായിരിക്കും നമ്മൾ പറയേണ്ടി വരുന്നത്. അപ്പം മിക്കവാറും നമ്മൾ ജർമ്മൻ ലാംഗ്വേജിൽ നല്ല പ്രൊഫഷൻസിയോടെ വരുന്നതായിരിക്കും ബെറ്റർ. ചാലഞ്ച് നമ്പർ 6, സെക്യൂർ ഇൻ പാർട്ട് ടൈം ജോബ്. ഇപ്പം നമ്മൾ കമ്മ്യൂണിക്കേറ്റീവ് അല്ലെങ്കിലോ ജർമ്മൻ ലാംഗ്വേജിൽ പ്രൊഫഷൻസി ഇല്ലെങ്കിലോ ഒരു പാർട്ട് ടൈം ജോബ് കിട്ടാൻ വളരെ പാടായിരിക്കും. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാൻ നമുക്കൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാക്കാൻ നോക്കുക. പിന്നെ മിക്കവാറുള്ള എംപ്ലോയേഴ്സിന് ഈ വിസയിൽ എന്ന് വെച്ചാൽ ഓപ്പർച്യൂണിറ്റി കാർഡ് വിസയിൽ പാർട്ട് ടൈം ജോബ് ചെയ്യാൻ പറ്റുമോ എന്നതുള്ള സംശയമാണ്. അപ്പം നമ്മൾ അവർക്ക് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള CV സബ്മിറ്റ് ചെയ്യുക, എന്നിട്ട് ഈ വിസയെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. എന്ന് വെച്ചാൽ ഈ വിസയിൽ നമുക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. ചാലഞ്ച് നമ്പർ 7, സെക്യൂറിങ് എ വിസ. ഇപ്പൊ നമുക്കൊരു ജോലി കിട്ടി കഴിഞ്ഞ ശേഷം നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഓപ്പർച്യൂണിറ്റി കാർഡ് വിസയിൽ നിന്ന് ബ്ലൂ കാർഡ് വിസയിലേക്കോ അല്ലെങ്കിൽ ജോബ് വിസയിലേക്കോ നമ്മൾ എത്രയും പെട്ടെന്ന് കൺവേർട്ട് ചെയ്യുക. ബ്ലൂ കാർഡ് വിസയ്ക്കുള്ള സ്ലോട്ട് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ബെർലിൻ, മ്യൂണിക്, ഫ്രാങ്ക്ഫർട്ട് പോലുള്ള മെയിൻ സിറ്റീസിൽ സ്ലോട്ട് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ബ്ലൂ കാർഡ് വിസ കിട്ടാൻ വേണ്ടി ഒരുപാട് സമയം എടുക്കുകയാണെങ്കിൽ ചില കമ്പനീസ് വെയിറ്റ് ചെയ്യും, ചില കമ്പനീസ് വേറെ ആളിനെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്.
അപ്പം ഈ സിറ്റുവേഷൻ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യുമെന്ന് വെച്ചാൽ ഓൾറെഡി ചെയ്തവരുടെ ഡീറ്റെയിൽസ് അറിഞ്ഞു വെക്കുക, അവരെങ്ങനെയാണ് ഇത് ചെയ്തത്, ഇതെങ്ങനെയാണ് ഓവർകം ചെയ്തത്, അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ അവരടുത്ത് ചോദിച്ച് മനസ്സിലാക്കി ഫോർവേഡ് പോവുക. അപ്പോൾ ഇത്രയാണ് 7 challenges. See you all in next video. Bye. Take care.